എന്തോ ഇവനീ ചെയ്യുന്നത്? പണിക്ക് പോകാൻ താല്പര്യമില്ല. എന്തോ ചെയ്യുന്നത്? എൻ്റെ പേര് പറഞ്ഞാലോ എന്നെ കണ്ടാലോ ഒരു മനുഷ്യനെ അറിയണമെന്നില്ല. മേ ബി ഒരു പാട്ടെങ്കിലും കേട്ടിട്ടുണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയാണ്. എന്നാ പിന്നെ അത് ഞാൻ എഴുതിയതാണ്. എൻ്റെ അടുത്ത സുഹൃത്തുക്കൾ വരെ ആ പാട്ട് അടുത്തിരുന്ന് പ്ലേ ചെയ്തിട്ട് വളരെ കാഷ്വലായിട്ട് പ്ലേ ചെയ്തിട്ട് കൊള്ളാമല്ലേ പാട്ട്, ഇങ്ങനെ എന്നോട് തന്നെ പറയാറുണ്ട്. അപ്പോൾ ഞാനത് നമുക്കൊരു ആത്മനിർവൃതി എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ, മറ്റുള്ളവർ ആസ്വദിക്കുന്ന കാണുമ്പോൾ, നമ്മുടെ പാട്ട് റിംഗ് ടോൺ ഇടുന്ന കാണുമ്പോൾ, നമ്മൾ വിളിക്കുമ്പോൾ അവരുടെ കോളർ ടൂണായിട്ട് അത് കേൾക്കുമ്പോൾ ഒക്കെ അത് പറഞ്ഞില്ലെങ്കിലും, നമ്മളാണെന്ന് അത് പറഞ്ഞില്ലെങ്കിലും നമുക്ക് കേൾക്കുമ്പോൾ ഒരു സുഖമുണ്ട്. ജോയുടെ പാട്ട് എഴുതുന്നത് ശബരിമല സീസണിൽ ഇങ്ങനെ ബൈക്ക് ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു ഗഞ്ചറയെ കൂട്ടി പാടിക്കൊണ്ടിരിക്കുക. പെട്ടെന്ന് പുള്ളി പറഞ്ഞു, എനിക്ക് ഇന്ന് രാത്രി തന്നെ വേണം, പാട്ട് വേണം എന്ന് പറഞ്ഞു. ഞാൻ അവിടെ നിന്ന് ഒരു കടത്തണ്ണയിലിരുന്ന് എഴുതിയ പാട്ടാണ് ജോയിലെ പാട്ട്. കൂട്ടുകാർക്കൊക്കെ വേണ്ടി ചന്ന പിന്നെ ലവ് ലെറ്റേഴ്സ് സാഹിത്യം എഴുതി അങ്ങ് വിടുവായിരുന്നു. കണ്ടന്റിന് ഒരു ക്ഷാമുണ്ടായിരുന്നില്ല. മുഖം വരയ്ക്കുന്നു, കണ്ണ് വരയ്ക്കുന്നു, കവിത എഴുതുന്നു, കണ്ണ് വരയ്ക്കുന്നു, 4 വരി കവിത എഴുതുന്നു. എനിക്കത് ഉള്ളിൽ തട്ടി എഴുതുന്നതായതുകൊണ്ട് മറ്റുള്ള ഒരാളും അത് ഹൃദയം കൊണ്ട് കേൾക്കണമെന്ന് ഞാൻ എപ്പോഴും ആഗ്രഹിക്കാറുണ്ട്. അങ്ങനെയുള്ള പാട്ടുകൾ, ഇമോഷണൽ. പ്രിൻസ് ആൻഡ് ഫാമിലിയിലെ പാട്ടും അത് അങ്ങനെ എഴുതിയതാണ്. അത് ജെയ്ക് സേട്ടനാണ് പാടിയിരിക്കുന്നത്. ടിറ്റോപ്പി തങ്കച്ചൻ എന്ന സിനിമാക്കാരനെ അല്ലെങ്കിൽ ടിറ്റോപ്പി തങ്കച്ചൻ എന്ന ഗാനരചയിതാവിനെ ഇനി പ്രത്യേകിച്ച് ഏതാൾ ഏത് പാട്ടും ചോദിക്കേണ്ട ആവശ്യം വരില്ല. നമ്മളെ ഈ ടോക്ക് സെഷൻ കഴിയുന്നതോടുകൂടി മാധ്യമക്കളെ സംതൃപ്തിയായി. യെസ്, റാഷിക്കൊപ്പം ക്ലബ് FM സ്റ്റുഡിയോയിലേക്ക് പാട്ടുകളെ കുറിച്ച് പറയാൻ വന്നിരിക്കുന്നത് പാട്ടെഴുത്തുകാരനായിട്ടുള്ള ടിറ്റോപ്പി തങ്കച്ചനാണ്. ടിറ്റോപ്പി തങ്കച്ചനെ നമുക്കങ്ങനെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റൂലായിരുന്നു. എന്നാൽ 2010-15 ഇടയിലുള്ള ഒരു കാലഘട്ടത്തിൽ ഷോർട്ട് ഫിലിമുകൾ ധാരാളം നമ്മളെ കേരളത്തിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സ്വന്തമായി ഷോർട്ട് ഫിലിംസ് ഉണ്ടാക്കുന്നു, അതിലേക്ക് പാട്ടുകൾ ഉണ്ടാക്കുന്നു. അങ്ങനെ തിരക്കായി നടന്ന ഒരു മെക്കാനിക്കൽ എഞ്ചിനീയർ ആയിരുന്നു ടിറ്റോപ്പി തങ്കച്ചൻ. പത്തനംതിട്ടക്കാരനാണ്. അപ്പോൾ ആ കാലഘട്ടത്തിൽ മാംഗല്യം തന്തുനാനേന എന്ന് പറഞ്ഞൊരു ഷോർട്ട് ഫിലിം, സിനിമയല്ല, കുഞ്ചാക്കോവൻ്റെ ഒരു സിനിമ കൂടി ഉണ്ട്, ഒരു ഷോർട്ട് ഫിലിം ഉണ്ടായിരുന്നു. ആ ഷോർട്ട് ഫിലിമിലെ ഒരു പാട്ട് പിന്നീട് ഇൻസ്റ്റഗ്രാം റീൽസിൽ വരെ വലിയ രീതിയിൽ തരംഗമായി മാറിയിട്ടുണ്ടായിരുന്നു. ഹൃദധാമവ. അതെ അല്ലേ? അതെ. ആ സാധനം നമ്മൾ പലരും വിശ്വസിച്ചിരുന്നത് അതൊരു ട്രഡീഷണൽ ഐറ്റം ആയിരിക്കും എന്നാണ്. എന്നാൽ ടിറ്റോ അടുത്തിടെ സോഷ്യൽ മീഡിയയിലൂടെ തന്നെ അറിയിച്ചത് കൊണ്ട് ഇത് ഇന്ന ആൾ എഴുതിയ പാട്ടായിരുന്നു അല്ലേ, ഇതിന് വേണ്ടി ഉണ്ടാക്കിയതായിരുന്നില്ലേ നമ്മൾ മനസ്സിലാക്കിയത്. ഹൃദധാമവ. അങ്ങനെ അത് എൻ്റേതാണെന്ന് പറയേണ്ടി വന്നൊരു സാഹചര്യം എന്തായിരുന്നു ആക്ച്വലി? ആ പാട്ട് വർഷങ്ങളായിട്ട്, ഒരു 10 വർഷമായി കാണും, മേളിലായി കാണും റിലീസായിട്ട്. പക്ഷേ അന്ന് തൊട്ട് ഞാൻ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരു കല്യാണത്തിന് പോകുമ്പം, അല്ലെങ്കിൽ ഒരു ഹൈലൈറ്റ് വീഡിയോ കാണുമ്പം, ഒരു അമ്പലത്തിൻ്റെ വീഡിയോ കാണുമ്പം എല്ലാത്തിലും ഈ പാട്ടുണ്ട്. പക്ഷേ എൻ്റെ അടുത്ത സുഹൃത്തുക്കൾ വരെ ആ പാട്ട് അടുത്തിരുന്ന് പ്ലേ ചെയ്തിട്ട് വളരെ കാഷ്വലായിട്ട് പ്ലേ ചെയ്തിട്ട് കൊള്ളാമല്ലേ പാട്ട്, ഇങ്ങനെ എന്നോട് തന്നെ പറയാറുണ്ട്. അപ്പോൾ ഞാനത് നമുക്കൊരു ആത്മനിർവൃതി എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ, മറ്റുള്ളവർ ആസ്വദിക്കുന്ന കാണുമ്പോൾ, നമ്മുടെ പാട്ട് റിംഗ് ടോൺ ഇടുന്ന കാണുമ്പോൾ, നമ്മൾ വിളിക്കുമ്പോൾ അവരുടെ കോളർ ടൂണായിട്ട് അത് കേൾക്കുമ്പോൾ ഒക്കെ അത് പറഞ്ഞില്ലെങ്കിലും, നമ്മളാണെന്ന് അത് പറഞ്ഞില്ലെങ്കിലും നമുക്ക് കേൾക്കുമ്പോൾ ഒരു സുഖമുണ്ട്. ഞാൻ ഇത്രയും നാളും ആ സുഖത്തിൽ അങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഇങ്ങനെ ഈ പാട്ട് മറ്റുള്ളവർ ഒരു മന്ത്രമാണെന്നൊക്കെ പറയുന്നത് ഞാൻ അവിടെ ഇവിടെയൊക്കെ കമന്റിലൊക്കെ കേട്ടു. അപ്പൊ അങ്ങനെ കേട്ടപ്പോൾ ഞാൻ ഇതല്ല, ഇത് ഞാൻ ആ സമയത്ത് എഴുതിയതാണ്, അത് ഞാൻ എഴുതിയതാണെന്ന് ഒന്ന് ഒരു റീലിൽ ഒന്ന് പറഞ്ഞു. പക്ഷെ അത് കൂടുതൽ ആൾക്കാരിലേക്ക് അത് എത്തി. അപ്പോൾ അവര് ചിലർ വിശ്വസിക്കുന്നില്ല, ആ കമന്റിൽ തന്നെ വന്നിട്ട് വെറുതെ പറയുക, അല്ലെങ്കിൽ ഇവൻ ഉടായിപ്പ എന്നൊക്കെ വല്ല കമന്റ് ഇടുന്ന ആൾക്കാരുണ്ട്. കാരണം അവർക്ക് പെട്ടെന്ന് വിശ്വസിക്കാൻ പറ്റുന്ന സംഭവമല്ലല്ലോ. അപ്പൊ അവർ വിചാരിച്ചിരുന്ന ഒരു മന്ത്രം എന്തോ ആണെന്ന് വിചാരിച്ചിരുന്നതെന്ന് വിചാരിച്ചിരുന്നതിൽ പെട്ടെന്ന് ഒരാൾ എഴുതിയതാണെന്ന് പറയുമ്പോൾ പഴയ ഏതോ സന്യാസി എഴുതിയതാണെന്ന് ഒരാൾ കമന്റ് ഇട്ട്, എഴുതിയാണെന്ന് ഞാൻ കരുതിയിരുന്നേന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാനും ഒരു സന്യാസിയാ, കല്യാണം കഴിച്ചിട്ടില്ല, അപ്പൊ സന്യാസിയാ, അങ്ങനെ കൂട്ടിക്കോന്ന് ഞാനും പറഞ്ഞു. ഹൃദധാമയ്ക്ക് ശേഷവും നിങ്ങൾ ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട്. ഓമനത്തിങ്കൾ കിടാവോ എന്ന് പറഞ്ഞൊരു ഷോർട്ട് ഫിലിം ചെയ്തിരുന്നു. ഓമനത്തിങ്കൾ കിടാവോ, അതും അത്യാവശ്യം ആൾക്കാർ കുറച്ചൊക്കെ കണ്ടിരുന്നു. അപ്പോൾ ഈ ഷോർട്ട് ഫിലിംസ് ഒക്കെ ആകെ ഒരു 15-20 മിനിറ്റിനുള്ളിൽ സംഭവിക്കേണ്ട കാര്യങ്ങളാണ്. അതിൻ്റെ ഇടയിൽ 2-3 പാട്ടുകളൊക്കെ വെച്ച് പിടിപ്പിക്കാൻ അന്നേ ഒരു ചിന്ത ഉണ്ടായിരുന്നു. പാട്ടുകളോട്
അതുപോലൊരു ഇഷ്ടമുണ്ടായിരുന്നു. അതുപോലെ ഈ പഴയ ഇപ്പോൾ സിബി മലയിൽ സാറും കമൽ സാറും ഇവരുടെയൊക്കെ പടങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിലെ അവരുടെയൊക്കെ പടങ്ങളിൽ സത്യനന്ദിക്കാട് ഇവരുടെയൊക്കെ പടങ്ങളിൽ പാട്ടുകൾ കാണുമ്പം പല മൂഡ് പാട്ടുകളായിരിക്കും. ഇപ്പോൾ ആദ്യം ഒരു പ്രകൃതി ഭംഗിയുള്ളൊരു അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ പാട്ട്, അത് കഴിയുമ്പോൾ ഒരു ലവ് സോങ് വരും, പിന്നെ ഒരു ഇമോഷണൽ സോങ് വരും. അപ്പോൾ നമ്മളൊരു ഷോർട്ട് ഫിലിം ചെയ്യുമ്പോൾ പാട്ടുകളിലൂടെ കഥ പറയുക എന്നുള്ളൊരു പരിപാടി എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ അതിൽ തുടക്കത്തിലൊരു പാട്ടുണ്ടാവും, സെൻറ്ററിലൊരു പാട്ടുണ്ടാവും, ഒരു 20 മിനിറ്റ് ഷോർട്ട് ഫിലിമിൽ ഒരു 3-4 പാട്ട് എന്തായാലും ഉണ്ടാവും. ഈ പാട്ടുകളുടെ ദൈർഘ്യം എത്രയായിരുന്നു? 1 മിനിറ്റ്, 1.5 മിനിറ്റ്, 2 മിനിറ്റ്, 3 മിനിറ്റ്. ഇപ്പം മാംഗല്യത്തിലാണെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ കല്യാണം എന്ന് പറഞ്ഞുകൊണ്ടൊരു ടൈറ്റിൽ സോങ് ഉണ്ട്. അതിൽ നിന്ന് സെൻറ്ററിൽ ചെല്ലുമ്പോഴത്തേക്കിനും ഋതദാമ എന്ന് പറഞ്ഞുകൊണ്ടൊരു 1.5 മിനിറ്റിൻ്റെ ഒരു പാട്ട്, അവസാനം ആകുമ്പോഴത്തേക്കിനും അറിയാതിനുള്ളിൽ പൂക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഒരു 2 മിനിറ്റ് പാട്ട്. അപ്പോൾ എങ്ങനെയായാലും ഒരു 3 പാട്ട് ഒരു 2-2.5 മിനിറ്റിൻ്റെത് ഉണ്ടാവും. ഈ പാട്ടുകളൊക്കെ തന്നെ ഇപ്പം യൂട്യൂബിൽ നമുക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ സെപ്പറേറ്റ് പാട്ടുകൾ മാത്രമായിട്ട് കേൾക്കാനും കാണാൻ സാധിക്കില്ലേ? ഉറപ്പായിട്ടും സ്പോട്ടിഫൈയിലും ഇപ്പം ഈ ഋതദാമവ, അറിയാതിനുള്ളിൽ പൂക്കുന്നേ, ഈ ഷോർട്ട് ഫിലിം പാട്ടുകളെല്ലാം അന്നേ റിലീസായിട്ട് അത് ഓടുന്നുണ്ട്. ഈ ഒരു കാലം ഷോർട്ട് ഫിലിമുകൾ നിരന്തരം ഉണ്ടാക്കിക്കൊണ്ടിരുന്ന കാലം, എന്തായിരുന്നു താങ്കളുടെ ഒരു എയിം? എന്തായിരുന്നു പ്രതീക്ഷ? സിനിമ വലിയ സ്ക്രീനിൽ കാണുക, ഉണ്ടാക്കിയ സിനിമകൾ അങ്ങനെ ആസ്വദിക്കുക, ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് ആസ്വദിക്കുക എന്നുള്ള ആ ഒരു സ്വപ്നമായിരുന്നു? അല്ലെങ്കിൽ ആക്ടർ ആവാന്നുള്ള സ്വപ്നം ഉണ്ടായിരുന്നോ? ഗാനരചന അന്നേ മനസ്സിലുണ്ടായിരുന്നോ? സംവിധായകനാകുക എന്നുള്ളതായിരുന്നു. സിനിമൻ്റെ മെയിൻ ക്യാപ്റ്റൻ ആവുക എന്നുള്ളത്. ക്യാപ്റ്റനായി ഒരു സിനിമ എഴുതി സംവിധാനം ചെയ്യുക എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ സ്വപ്നം. അതിനു വേണ്ടിയിട്ടാണ് അപ്പം ഞാൻ ജോബ് റിസൈൻ ചെയ്തിട്ട് മെക്കാനിക്കൽ എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പം വിദേശത്തോട്ട് പോകണോ അല്ലെങ്കിൽ നാട്ടിൽ നിൽക്കണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ വന്ന സമയത്ത് വേണ്ട, എനിക്ക് സിനിമ ചെയ്യണം എന്നൊരു ആഗ്രഹമായിരുന്നു. അപ്പോൾ അതിന് പത്തനംതിട്ട പോലൊരു നമ്മുടെ ഒരു ഗ്രാമപ്രദേശത്തു നിന്നും ഒരു സാധ്യതയുമില്ല, ആരുമില്ല, അറിയാവുന്ന ആരുമില്ല, സിനിമയിലുള്ള ഒരു കണക്ഷനും ഇല്ല. ഇതെങ്ങനെയാണ് ഈ പ്രോസസ്സെന്ന് അറിയത്തില്ല. പഠിക്കാൻ വേണ്ടി തുടങ്ങിയതാണ്. ഇപ്പോൾ ഒരു കോഴ്സ് ചെയ്യാനുള്ള ഒരു സാഹചര്യവും വന്നില്ലായിരുന്നു സിനിമ പഠിക്കാൻ വേണ്ടി. വീട്ടിൽ ചോദിച്ചപ്പോൾ അന്ന് സാമ്പത്തികമായിട്ടും ഇല്ല, അല്ലാണ്ട് മെക്കാനിക്കൽ എഞ്ചിനീയറൊക്കെ കഴിഞ്ഞ് അതിൻ്റെ തന്നെ ബാധ്യത കിടന്ന് ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുന്ന നമ്മളാണ്. ഇപ്പോൾ സിനിമ പഠിക്കണമെന്ന് വിചാരിച്ചപ്പം ഷോർട്ട് ഫിലിം എടുത്ത് പഠിക്കാമെന്ന് തോന്നി. അങ്ങനെ പഠിക്കാനെടുത്തതാണ് മാംഗല്യം തന്തിനാനേന. അന്നപ്പോൾ ഷോർട്ട് ഫിലിം ചെയ്യാനും കാശൊക്കെ വേണ്ടി വരുന്നല്ലേ? ഇത് കുറച്ചുകൂടി ഒരു ക്രൗഡ് ഫണ്ടിങ് പോലെ നമ്മുടെ കൂട്ടത്തിൽ തന്നെയുള്ള ഫ്രണ്ട്സ്, ഇപ്പം മ്യൂസിക് ഡയറക്ടർ ജോയൽ ജോൺസ് ഇപ്പം സിനിമ ചെയ്യുന്നുണ്ട്. അന്ന് അവർക്കെല്ലാം അവർ പള്ളി കൊയർ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്യാമറ ചെയ്യുന്ന പയ്യൻ ശങ്കർ ഗണേഷ് എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പം ഇൻസ്റ്റയിൽ തന്നെ ഒരുപാട് AI വീഡിയോസ് ചെയ്യുന്ന ഒരാളാണ് ശങ്കർ ഗണേഷ്. അപ്പോൾ അവൻ ക്യാമറയായിട്ട് വരുന്നു. പിന്നെ അമൽജ്യോതി കോളേജ് എന്ന് പറഞ്ഞുകൊണ്ട് കോട്ടയത്തൊരു കോളേജുണ്ട്. അവിടുത്തെ സ്റ്റുഡൻസ് സിനിമ അല്ലെങ്കിൽ പഠിക്കണം, അല്ലെങ്കിൽ ഷോർട്ട് ഫിലിംസ് എങ്ങനെ ചെയ്യുന്നതെന്നൊക്കെ ഉള്ളൊരു ക്യൂരിയോസിറ്റി ഉള്ളവരായിരുന്നു. അപ്പോൾ അവരെല്ലാം കൂടെ എൻ്റെ കൂടെ കൂടി. അപ്പം നമ്മളെല്ലാവരും കൂടെ ചേർന്ന് ആ ഒരു സൗഹൃദ വലയത്തിൽ ചെയ്ത ഷോർട്ട്, അത് എൻ്റെ നാട്ടിൽ തന്നെയാണ്, പത്തനംതിട്ടയാണ് ഫുൾ ഷൂട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ അവിടെ എക്സ്പ്ലോർ ചെയ്യാത്ത കുറേ ഉൾഗ്രാമങ്ങളുണ്ട്, മണിമല അങ്ങനെയൊക്കെയുള്ള കുറേ സ്ഥലങ്ങളുണ്ടായിരുന്നു. അത് രാത്രിക്ക് രാത്രി ലൊക്കേഷനൊക്കെ ചുമ്മാ നമ്മുടെ പരിസരത്തുള്ള സംഭവങ്ങളല്ലേ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെ പോയി കണ്ട് അതെടുത്ത്, അതുകൊണ്ട് തന്നെ ഒരു ഫ്രഷ് ഫീലിംഗ് മേ ബി അത് ഉണ്ടായിരിക്കാം. ആൾക്കാർ കാണാത്ത കുറച്ച് സ്ഥലങ്ങൾ, നമ്മുടെ നാട്ടിലെ തന്നെ സ്ഥലങ്ങൾ കണ്ടുകൊണ്ടും കുറച്ചൊരു ഫീൽ ഉണ്ടായിരിക്കാം അതിന്. അല്ല, അവിടുന്ന് എങ്ങനെയാണ് സിനിമയിലേക്ക് കാലെടുത്ത് വെക്കാൻ ഒരുപാട് ഉയരത്തിലായിരുന്നു? പിന്നെ അടുത്ത സ്റ്റെപ്പ് ഇപ്പം മാംഗല്യം കുറച്ച് റീച്ച് ആയപ്പോൾ ഒരു ധൈര്യം കിട്ടി. ഇതിൻ്റെ പ്രോസസ്സ് പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ നമ്മൾ. ഡബ്ബിങ് പഠിക്കുന്നു, ഇതെങ്ങനെയാണ് ഇത് എഡിറ്റ് ചെയ്യുന്നതെന്നുള്ള പഠിക്കുന്നു, മ്യൂസിക് കമ്പോസിങ് എങ്ങനെ നടക്കുന്നതെന്നുള്ള പഠിക്കുന്നു, പിന്നെ ഇത് ഒരു ഷോട്ട് കമ്പോസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന്, ഇതിനകത്തു നിന്നാണ് എക്സ്പീരിയൻസ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതിൽ നിന്ന് കിട്ടുന്ന എക്സ്പീരിയൻസും പ്രേക്ഷകരുടെ കുറേ ആൾക്കാർ, എനിക്ക് തോന്നുന്നു ഒരു മാംഗല്യം ഒരു 4 മില്യൺ ആൾക്കാർ ഒരു 1 month 2 months തന്നെ കണ്ടു ആ സമയത്ത് 2016. അപ്പോൾ കുറച്ചധികം റീച്ചായപ്പോൾ ഒരു ധൈര്യം കിട്ടുമല്ലോ. അപ്പോൾ അടുത്ത ഷോർട്ട് ഫിലിം ഓമനത്തിങ്കൾ കിടാവോ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഏജ്ഡ് ആയിട്ടുള്ള ഓൾഡ് ഏജ് ഹോം ബേസ് ചെയ്തിട്ട് ഒരു ഷോർട്ട് ഫിലിം ഞാൻ ചെയ്തു. അപ്പോൾ അത് രണ്ടും കണ്ടിട്ട് ജിസ് ജോയ്, ഡയറക്ടർ ജിസ് ജോയ്, ഫീൽ ഗുഡ്. അപ്പോൾ ഇതും ഫീൽ ഗുഡ് ആണ്. അപ്പോൾ പുള്ളിക്ക് അത് പെട്ടെന്ന് കണക്റ്റ് ആയെന്ന് തോന്നുന്നു. എന്നെ വിളിച്ചു, അത് അവർക്ക് പുള്ളിക്കാരൻ ഒരുപാട് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു. അടുത്ത പടത്തിൽ ഇതുപോലെ പടം ചെയ്യുന്നുണ്ട്, അസിസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. പിന്നെന്ത് വേണം, നമ്മൾ മോഹൻകുമാർ ആയിരുന്നു ഫാൻസ്. കൊറോണയ്ക്ക് ശേഷം ആദ്യം റിലീസായ സിനിമ. അതെ. അപ്പോൾ അത് കൊറോണയ്ക്ക് മുമ്പായിരുന്നു ഷൂട്ട് ചെയ്തത്. അപ്പോൾ അതിൽ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. നമ്മുടെ സ്വപ്നം തന്നെ സിനിമ. ഇവിടെ ഒന്നും അറിയാത്തൊരു നാട്ടിൽ നിന്ന്, ഇപ്പം ഞാനൊക്കെ ഷോർട്ട് ഫിലിം എടുക്കുന്ന സമയത്ത് നാട്ടിലൊക്കെ ആലോചിക്കും അവരിങ്ങനെ, എന്തോ ഇവനീ ചെയ്യുന്നത്, പണിക്ക് പോകാൻ താല്പര്യമില്ല, എന്തോ ചെയ്യുന്നുണ്ട്, ഇതൊക്കെ വല്ലതും നടക്കുന്നതാണോ എന്നൊക്കെ എല്ലാവർക്കും സാഹചര്യം ഇങ്ങനെയുള്ള ഫീൽഡ്, കലാപരമായ ഫീൽഡിൽ ഇറങ്ങുന്ന എല്ലാവർക്കും നേരിടേണ്ടി വരുന്നതാണ്. അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം അവിടുന്ന് ആർക്കും അത് പരിചയമില്ല. അപ്പോൾ അങ്ങനെയുള്ളിടത്തു നിന്ന് നമുക്ക് പെട്ടെന്നൊരു കോള് വന്നപ്പം അത് സ്വീകരിച്ചു. പിന്നെ അദ്ദേഹത്തിനോട് വർക്ക് ചെയ്തു, 2 പടം വർക്ക് ചെയ്തു. അത് വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പം കൂടുതൽ ആ പഴയ ചെയ്തു വെച്ച പാട്ടുകളിൽ നിന്ന് കൂടുതൽ അവസരങ്ങൾ പിന്നെയും
ജിസുവിന്റെ പടത്തിൽ പാട്ട് എഴുതിയോ? ഇല്ലില്ല. മുൻപ് ചെയ്ത ഷോർട്ട് ഫിലിമിലെ പാട്ടുകൾ കേട്ടിട്ട് മറ്റു പടങ്ങൾ കിട്ടി. ജിസുവിന്റെ കൂടെ ആയപ്പോൾ സിനിമാക്കാരായിട്ട് കുറച്ചുകൂടി അടുപ്പം വന്നു അല്ലേ? എങ്ങനെയോ അല്ല, ഇവര് കേട്ട് ഷോർട്ട് ഫിലിം ഓരോന്നിനും ഓരോ സമയം ഉണ്ടെന്ന് പറയുമല്ലോ. ആ സമയത്ത് ആരും കേൾക്കാത്ത സാധനം ചിലപ്പോൾ ഞാൻ അസിസ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ആരൊക്കെയോ കേട്ടു. അവരുടെയൊക്കെ പടങ്ങൾ ഓണായപ്പം എന്നെ ഇതുപോലെ ലിറിക്സിന് വിളിച്ചു. 2016 ഋതധാമവ വലിയ രീതിയിൽ ചർച്ച ചെയ്ത് താങ്കളെ വീണ്ടും സോഷ്യൽ മീഡിയയിലൂടെ അത് എൻ്റെതാ എന്ന് പറഞ്ഞതിന് ശേഷമാണല്ലോ. അതെ, ഈ ഒരാഴ്ചയിലാണ് ഓരോന്നിനും ഓരോ സമയമുണ്ടെന്ന് പറഞ്ഞ പോലെ ആ പാട്ട് നിങ്ങളതാണെന്ന് ആൾക്കാർ അറിയുന്നു, ഇങ്ങനൊരു പാട്ടുണ്ടെന്ന് അറിയാത്തവർ അറിയുന്നു, കേൾക്കുന്നു, കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് കേൾക്കുന്നതൊക്കെ സംഭവിക്കുന്നു. നല്ലതാണ്, സംഭവിക്കട്ടെ. എനിക്ക് വളരെ പേഴ്സണലി കണക്റ്റഡായി കിടക്കുന്ന ടിറ്റോ പി തങ്കച്ചൻ എന്ന ഗാനരചയിതാവിൻ്റെ ഒരു പാട്ട് നമുക്കൊക്കെ പ്രിയപ്പെട്ട പാട്ടായിരിക്കും. 2-3 വർഷം മുമ്പ് നമ്മൾ കേൾക്കാൻ തുടങ്ങിയിട്ടുണ്ട്. 2 years എന്തായാലും ആയി കേൾക്കാൻ തുടങ്ങിയിട്ട്. പക്ഷേ സിനിമേൻ്റെ പേരിൻ്റെ കൂടെ 2025 എന്ന വർഷമാണുള്ളത്. കുടുക്ക് 2025 ലഹരിൻ്റെ പടം. അതിൻ്റെ അത് ഭൂമി എന്ന മ്യൂസീഷ്യൻ്റെ പാട്ട്, മാരൻ എന്ന് തുടങ്ങുന്ന സിദ് ശ്രീറാം പാടിയ പാട്ട് എഴുതിയിരിക്കുന്നത് ടിറ്റോ പി തങ്കച്ചനാണ്. നമുക്ക് അറിയരുന്നത് ടിറ്റോ. എനിക്ക് ആ കാര്യത്തിൽ വലിയ സന്തോഷം, ആ ലിറിസിസ്റ്റിനെ കാണാൻ പറ്റിയത് എനിക്ക് വലിയ സന്തോഷമുണ്ട്. മാരൻ എങ്ങനെയാണ്, മാരൻ കമ്പോസ് ചെയ്തതിന് ശേഷം തന്ന ഈണത്തിന് ലിറിക്സ് എഴുതി കൊടുക്കുകയായിരുന്നു ഭൂമിക്ക് താങ്കൾ? അതെ, ഞാനത് അസിസ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന സമയത്തായിരുന്നു ഭൂമി ഇതുപോലെ കോൺടാക്ട് ചെയ്യുന്നത്. ഭൂമി എൻ്റെ ഹൃദയധാമവ പാട്ട് പാടിയിരിക്കുന്ന ഭൂമിയാണ്. സ്റ്റാർട്ടിങ് ഞങ്ങളുടെ ആ ഒരു ഇതുപോലെ ഫീൽഡിലേക്കൊക്കെ തുടങ്ങുമ്പോൾ തന്നെ പരിചയപ്പെട്ട ആൾക്കാരാണ്. അപ്പോൾ ഭൂമി ഇതുപോലെ മ്യൂസിക് ചെയ്തിട്ട് തമിഴ് പാട്ടായിട്ടാണ് അത് കൺസീവ് ചെയ്തത് ഫസ്റ്റ്. മാരൻ മലയാളമല്ലായിരുന്നു. അപ്പോൾ ഇതൊരു തമിഴ് പാട്ടായിട്ട് ഫുൾ തമിഴ് ലിറിക്ക് എഴുതി സിദ് ശ്രീറാമിനെ കൊണ്ട് പാടിക്കാമെന്ന് എല്ലാം ഫിക്സ് ചെയ്ത് റെക്കോർഡിങ്ങിന് തൊട്ട് മുമ്പ് ഒരു 1-2 ദിവസം മുമ്പാണ് ഇതിൻ്റെ ഒരു മലയാളം വെർഷൻ കൂടി നമുക്കൊന്ന് ട്രൈ ചെയ്താലോ. ശരി. അങ്ങനെ പെട്ടെന്ന് എഴുതിയതാണ് മലയാളം വെർഷൻ. എന്നിട്ട് അത് രണ്ടും റെക്കോർഡ് ചെയ്തു. തമിഴും റിലീസായി, മലയാളവും റിലീസായി. തമിഴ് അധികം ആൾക്കാരും, മലയാളം കുറച്ച് റീച്ച് ആയതുകൊണ്ട് തമിഴ് ആരും കേട്ട് കാണത്തില്ല. ഇതിൻ്റെ തന്നെ സെയിം തമിഴും ഉണ്ട്. മലയാളം പക്ഷെ കുറച്ചധികം ആൾക്കാർ അന്ന് തന്നെ ഇറങ്ങിയ സമയത്ത് തന്നെ കുറച്ച് നല്ലൊരു റീച്ച് കിട്ടിയത്. ജെല്ലി പാട്ടാണ്, ഇങ്ങനെ അടരാതെ നിൽക്കുന്ന ഒരു പാട്ടാണത്. അത് ഒരുപാട് അപ്രിസിയേഷൻ തന്നിട്ടുണ്ടാവില്ല. പിന്നെ അറ്റ്ലീസ്റ്റ് ആ പാട്ട് എഴുതിയ ടിറ്റോ ആണെന്ന് അറിയുന്ന ആളുകളെങ്കിലും ആ പാട്ടിനോടുള്ള ഇഷ്ടം അറിയിച്ചിട്ടുണ്ടാവില്ലേ? എൻ്റെ സറൗണ്ടിങ്സിലുള്ള ആൾക്കാർ, ഞാനങ്ങനെ പുറത്തോട്ട് അങ്ങനെ എക്സ്പ്ലോർ ചെയ്യാത്തില്ലായിരുന്നു ഒരു കാലം വരെ. ഇപ്പം ഈ റീലൊക്കെ ഇടുന്നതിന് മുമ്പ് വരെയും നമ്മുടെ സറൗണ്ടിങ്സിൽ നമ്മളെ അറിയാവുന്ന ഒരു 5-10 പേര് പറയും ആ പാട്ട് കൊള്ളാമെന്ന് പറയുമ്പോൾ അതിലും കിട്ടുന്ന ഒരു സന്തോഷം. പിന്നെ മറ്റുള്ളവർ അത് എവിടെയെങ്കിലും പ്ലേ ചെയ്യുന്നത് കേൾക്കുമ്പോൾ, എവിടെയെങ്കിലും ഇപ്പോൾ ഒരു മെട്രോയിലൊക്കെ ഇരിക്കുന്ന സമയത്ത് ആരെങ്കിലും മൊബൈലിൽ പെട്ടെന്ന് പ്ലേ ചെയ്ത് കേൾക്കുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം അതേ ഉള്ളായിരുന്നു. പക്ഷേ എല്ലാത്തിനും ആ പറയുന്നൊരു ആത്മനിർവൃതി ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു മുഹൂർത്തത്തിൽ ഈ പാട്ട് വന്ന് ബ്ലെൻഡ് ആയിട്ടുണ്ട്, ഈ പാട്ട് പശ്ചാത്തലമായിട്ടുണ്ട്. എനിക്ക് അതുകൊണ്ട് തന്നെ ഈ പാട്ട് ഒരിക്കലും മറക്കാൻ പറ്റില്ല. വളരെ പ്രിയപ്പെട്ട പാട്ടുകളിലൊന്നാണത്. പക്ഷേ ഭൂമിയെയും പിന്നെ നമ്മൾ കാണുന്നില്ല. ഭൂമി എന്നൊരു സംഗീത സംവിധായികയെ നമ്മൾ കാണുന്നില്ല, കേൾക്കുന്നില്ല. ടിറ്റോയും അങ്ങനെ സജീവമായിട്ട് നിൽക്കുന്നില്ല. ടിറ്റോ ഇപ്പം എയിം ചെയ്തുകൊണ്ട് നിൽക്കുന്നത് ഫിലിം മേക്കിംഗ് തന്നെയല്ലേ, ഒരു മൂവി സ്വന്തമായിട്ട് സംവിധാനം ചെയ്യാന്നുള്ള എയിമിൽ തന്നെയല്ലേ ഇപ്പോഴും നിൽക്കുന്നു. പാട്ടെഴുത്തും ഉണ്ട്, ആ കൂട്ടത്തിലുണ്ട്. രണ്ടും ഒരുപോലെ പോയിക്കൊണ്ടിരിക്കുകയാണ്. 777 ചാർലി, ഈ ഷെട്ടിമാരെ പടം, നമ്മളെ രക്ഷിത് ഷെട്ടിൻ്റെ സിനിമ മലയാളത്തിൽ വന്നിട്ടും വലിയ ഹിറ്റായി. ഇന്ത്യ മുഴുവൻ തരംഗമായ ഒരു സിനിമയായിരുന്നു. അതിലെ പാട്ട് ഹൃദയമേ അല്ലേ, ഉദയമേന്ന് തുടങ്ങുന്ന ആ പാട്ട്, അതൊക്കെ ടിറ്റോ എഴുതിയ പാട്ടാണ്. ടിറ്റോ ആ സാധനം എങ്ങനെയാണ്, അത് ഓൾറെഡി വേറൊരു സാഹിത്യത്തിൽ കിടക്കാണ്. കന്നഡയിൽ അങ്ങനെ ഒരു പാട്ട് ഉണ്ടായിരിക്കെ ആ പാട്ടിനെ പിന്നെ ഒരു മലയാളം വേർഷൻ കൊടുക്കൽ വിചാരിച്ച മറ്റ് പുതിയൊരു പാട്ട് ഉണ്ടാക്കുന്നതിനേക്കാളും എളുപ്പമാണോ ആ പരിപാടി? അല്ല. അപ്പോൾ ഇവരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് ചില പടങ്ങൾ വരുമ്പോൾ ഡബ് സോങ് ആയിട്ട് മാറാറുണ്ട്. അത് കേൾക്കുമ്പോൾ തന്നെ ഡബ് കാണാറുള്ളതാണ്. അപ്പം എനിക്കങ്ങനെ ഒരു അതിന് മുമ്പും കുറച്ച് പടങ്ങൾ വന്നായിരുന്നു. പക്ഷെ അവരുടെയൊക്കെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സെയിം സാധനം മലയാളത്തിലോട്ട് തർജിമ ചെയ്യുക. അപ്പോൾ അത് വേണ്ടാന്ന് വെച്ചിരുന്നു, നമുക്കൊരു സ്വാതന്ത്ര്യം ഇല്ലാതെ ചെയ്യാൻ പറ്റത്തില്ലെന്ന്. പക്ഷേ ഇത് വന്നപ്പം ഇവർ ആ ഒരു സ്വാതന്ത്ര്യം തരുന്നുണ്ട്. അതായത് അവരുടെ പാട്ട് നമ്മളെ കേൾപ്പിക്കുന്നില്ല. അങ്ങനെയാണ്, ട്യൂൺ മാത്രം തരും. അവർ ഒരേ സമയം തന്നെയാണ് ഈ പ്രോസസ്സ് നടക്കുന്നത്. അതായത് അവിടെ കന്നഡയിൽ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇവിടെ മലയാളത്തിലും സെയിം ട്യൂണിലും നമ്മൾ എഴുതുക. അപ്പം നമുക്ക് ആ സിറ്റുവേഷൻ അവർ കറക്റ്റ് അവരുടെ ഒരു ലിറിസിസ്റ്റിനോട് പറഞ്ഞു കൊടുക്കുന്ന പോലെ സിറ്റുവേഷൻ പറയുന്നു, ട്യൂൺ കേൾപ്പിക്കുന്നു. ഓൾറെഡി ആ സിനിമ അവിടെ കന്നഡയിൽ സംഭവിച്ചതിന് ശേഷം അതെടുത്ത് ഇപ്പുറത്ത് മറിച്ചിടാൻ പറയല്ല, അതേ സമയത്ത് പാരലായിട്ട് തന്നെ എടുക്കുക. നമ്മുടെ പിന്നെ പ്രധാന സവിശേഷത എന്ന് വെച്ചാൽ ഇതിൻ്റെ മ്യൂസിക് ചെയ്തിരിക്കുന്ന നോബിൻ പോൾ, മലയാളിയാണ്. 2018 ഒക്കെ മ്യൂസിക് ഡയറക്ടർ നോബിൻ പോൾ. പിന്നെ അതിൻ്റെ കിരൺ രാജ് ഡയറക്ടറും കാസർഗോഡുകാരനായിരുന്നു. അപ്പോൾ ഇവർക്ക് മലയാളം അവർക്ക് മനസ്സിലാവും. അപ്പോൾ അവർക്ക്
നമുക്ക് അതിൻ്റെ അകത്ത് ഒറിജിനൽ ആ ഒരു സാധനം വേണമെന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് ഉദയമൊക്കെ സംഭവിക്കുന്നത്. അതെ, ആ ഒരു ഒറിജിനൽ സാധനം വേണം എന്നുള്ള ആഗ്രഹത്തിൽ ഒരു നമ്മുടെ അടുത്ത് വരുമ്പോൾ കുറച്ചുകൂടെ ഓർഗാനിക്കായിട്ട് കറക്റ്റ് ഒരു മലയാളം സോങ് എങ്ങനെ ട്രീറ്റ് ചെയ്യും, കേൾക്കുമ്പോൾ ഒരു മലയാളം പാട്ട് ഇങ്ങനെ തോന്നുന്നേ. അവർക്ക് ആകെ ഉണ്ടായിരുന്നത് ഇമോഷൻസ് അതിനകത്തൂടെ കറക്റ്റായിട്ട് കൺവേ ആവണമെന്ന് മാത്രമേ ഉള്ളായിരുന്നു. അല്ല, അത് ഹരിശങ്കർ അല്ലേ പാടിയത്? ഹരിശങ്കറാണ് അത് പാടിയിരിക്കുന്നത്, കെ എസ് ഹരിശങ്കർ. സിദ് ശ്രീറാം പാടി, ഹരിശങ്കർ പാടി. ഇനി ആരാണ് താങ്കളുടെ കവിതയെ, താങ്കളുടെ ലിറിക്സിനെ പാടേണ്ടത്? താങ്കൾക്ക് അങ്ങനെ ഒരു പൂതിയുണ്ടോ? ആഗ്രഹങ്ങളുണ്ട്. ഇപ്പൊ യേശുദാസ്, ചിത്രാമ്മ, അങ്ങനെ ചെറിയ ചെറിയ ആഗ്രഹങ്ങളുണ്ട്. എല്ലാവർക്കും ഉണ്ടാവുന്ന പോലെ ഇവരുടെ സൗണ്ടിൽ വന്നാലും നമ്മുടെ പാട്ട് വന്നാലും എങ്ങനെയായിരിക്കും എന്നൊക്കെ ഉള്ളത്. സിദ്ധൊക്കെ പാടിയപ്പോൾ വേറെ ലെവലൊരു റെക്കോർഡിംഗ് സമയത്ത് അവിടെ നിന്ന് പുള്ളിക്ക് ഇത് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു ഇതുണ്ടായിരുന്നു. അതായത് എന്താണ് ഇതിന്റെ ഉദ്ദേശിച്ചിരിക്കുന്നത്, ഈ വരി എങ്ങനെയാണ്, ഇവർക്ക് ഈ ചില അക്ഷരങ്ങൾ വരത്തില്ലല്ലോ, പക്ഷെ ആശയം മനസ്സിലാവും. അത് ഭയങ്കര എഫേർട്ട് എടുത്തു പാടുന്നത്. അത് ചില്ലറ, പുള്ളി ഒരു ദിവസം ഫുൾ എടുത്താ പാടിയത്. ശ്രീറാം അതായത് ആദ്യത്തെ പ്രാവശ്യം പാടിയപ്പം പുള്ളിക്ക് അതിൻ്റെ വാക്കുകൾ ചിലപ്പോൾ ചിലതൊന്നും കിട്ടാതെ വന്നപ്പം പുള്ളി ഒരു ബ്രേക്ക് എടുത്ത് അത് പോയി ഇരുന്ന് പഠിച്ച് നമ്മുടെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കി ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ്. നമ്മൾ വിചാരിക്കും അത് വെറുതെ വന്ന് പാടുന്നതായില്ലല്ലോ, അവരത്രയും അതിൻ്റെ പ്രിപ്പറേഷൻ എടുത്തിട്ടാണ് വന്ന് പാടിയത്. അത് കണ്ടപ്പോൾ നമുക്കൊരു അത്ഭുതം തോന്നി, ഇത്രയും മെനക്കെട്ട് ഇത് ചെയ്യുന്നല്ലോ എന്ന് തോന്നിപ്പോയി. അത് നമ്മൾ ആരാണെന്ന് അറിയത്തില്ല, നമ്മൾ വലിയ പടത്തിൻ്റെ വലിയ മ്യൂസിക് ഡയറക്ടറോ വലിയ ലിറിസിസ്റ്റോ വലിയ സംഭവമൊന്നും അല്ല, എങ്കിലും അവരാ ഇടുന്ന എഫേർട്ട് സെയിം ആയിരിക്കും. അതാണ് ആ ഒരു പ്രൊഫഷണൽ അതുകൊണ്ടാണ് ആ ലെവൽ അവരാവുന്നത്, എഫേർട്ട് ഇടുന്നത്. ഇന്ത്യയിലെ പ്രധാന 2 ധ്രുവങ്ങൾ എന്ന് ഞാൻ പറയാറുണ്ട്. അർജിത് സിംഗ് അപ്പുറത്തെ സൈഡിൽ, ഇപ്പുറത്തെ സൈഡിൽ സിദ്ധ്. അങ്ങനെ 2 ധ്രുവത്തിൽ ഒരു ധ്രുവമായി മാറാൻ സിദ്ധിനെയൊക്കെ പ്രേരിപ്പിച്ചത് ഈ ഹാർഡ് വർക്കാണെന്നാണ് ടിറ്റോ പറയുന്നത്, അല്ലേ? അപ്പോൾ ഈ നമ്മളെ മലയാളത്തിലെ മ്യൂസിക് ഡയറക്ടേഴ്സിന്, ഇപ്പോൾ നിലവിലുള്ള മ്യൂസിക് ഡയറക്ടേഴ്സിനൊക്കെ ടിറ്റോ പി തങ്കച്ചൻ എന്ന് പറഞ്ഞാൽ അറിയോ? എല്ലാവർക്കും അറിയുമെന്നറിയില്ല, എങ്കിലും ഇപ്പം ഞാൻ കുറച്ച് പേരോട് വർക്ക് ചെയ്തിട്ടുണ്ട്. പാട്ട് കേട്ടാൽ എന്നെ ഇപ്പം എൻ്റെ പേര് പറഞ്ഞാലോ എന്നെ കണ്ടാലോ ഒരു മനുഷ്യനെ അറിയണമെന്നില്ല. മേ ബി ഒരു പാട്ടെങ്കിലും കേട്ടിട്ടുണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയാണ്. ഇപ്പോൾ ഗോവിന്ദ് വസന്തിൻ്റെ കൂടെ 2 പടങ്ങൾ ചെയ്തിട്ടുണ്ട് അല്ലേ? 3 ചെയ്തിട്ടുണ്ട്. ജോയും പിന്നെ ജാക്സൺ ബസാർ യൂത്ത്, പിന്നെ ലിറ്റിൽ മിസ് റൗത്തർ എന്ന് പറഞ്ഞിട്ട് മറ്റേ 96 ജാക്സൺ ബസാർ നമ്മുടെ ഷമൽ സുലൈമാൻ്റെ ജാക്സൺ ബസാർ, പിന്നെ ഗൗരിയും ഷേർഷയും കൂടെ അഭിനയിച്ച വിഷ്ണു ഡയറക്റ്റ് ചെയ്തിട്ടുള്ള ലിറ്റിൽ മിസ് റാവുത്തർ. അപ്പം ജെയ്ക്സ് ബിജോന്റെ കൂടെയും വർക്ക് ചെയ്തിട്ടുണ്ട്. ജെയ്ക്സിന്റെ കൂടെ പടച്ചോന്റെ പടപ്പുകൾ, പത്രോസിന്റെ പടപ്പുകൾ, പിന്നെ പത്മിനി എന്ന് പറഞ്ഞ ചാക്കോച്ചന്റെ പടം, മറ്റേ സെന്ന ഹെഗ്ഡയുടെ പടം. സെന്ന ഹെഗ്ഡയുടെ അതിനകത്ത് പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. പത്മിനി എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്, അത് ടിറ്റോ തങ്കച്ചൻ എഴുതി. അതൊക്കെ നമ്മൾ FM-ലൊക്കെ എപ്പോഴും പോകുന്ന പാട്ടാണ്. അങ്ങനെ ചില നിർഭാഗ്യവന്മാരായിട്ടുള്ള ലിറിസിസ്റ്റുകളെ, മ്യൂസിക് ഡയറക്ടേഴ്സിനൊക്കെ വളരെ അപൂർവമായിട്ട് കാണാറുണ്ട്. സംഭവം ഇല്ല, ഇനി ഇതോടുകൂടി ആ പരിപാടി മാറി കിട്ടി. ടിറ്റോ പി തങ്കച്ചൻ എന്താ സിനിമാക്കാരനെ, അല്ലെങ്കിൽ ടിറ്റോ പി തങ്കച്ചൻ എന്താ ഗാനരചയിതാവിനെ ഇനി പ്രത്യേകിച്ച് ഏതാൾ ഏത് പാട്ടും ചോദിക്കേണ്ട ആവശ്യം വരില്ല നമ്മൾ ഈ ടോക്ക് സെഷൻ കഴിയുന്നതോടുകൂടി. അപ്പോൾ പത്മിനി എന്നുള്ള പാട്ടൊക്കെ വളരെ ഫേമസ് ആണ്, ജെയ്ക്സ് ബിജോന്റെ കമ്പോസിഷനിൽ പറഞ്ഞു. ഗോവിന്ദ് വസന്തയുള്ള എക്സ്പീരിയൻസ് എങ്ങനെയാണ്? അദ്ദേഹത്തിൻ്റെ കൂടെ 2-3 പടത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കൂടെ ഇപ്പം ലിറ്റിൽ മിസ് റാവുത്തറിലൊക്കെ അദ്ദേഹത്തിൻ്റെ പീക്ക്, അതായത് ട്രസ്റ്റ്, അതായത് എക്സ്പെരിമെൻ്റ് ചെയ്യാനുള്ള ഒരു മൈൻഡുണ്ട്. അതിനകത്ത് ആണെങ്കിൽ ചിക്ക് ചിക്ക് ജാഗരി പെണ്ണെ, പ്യാരെ പ്യാരെ എന്നൊക്കെ പറഞ്ഞിട്ടൊരു പാട്ടുകളുണ്ട്. അതിലൊക്കെ ആണെങ്കിൽ ബ്രൂണോ മാസും അതും ഇതും ടൈറ്റാനിക്കും ജാക്കും റോസും എല്ലാം ഞാൻ കേട്ടിട്ടുണ്ട്. കൺവെൻഷണൽ മലയാളം പാട്ടല്ലാണ്ട് പുള്ളിക്കത് എത്ര കുറുക്കിയാക്കാൻ പറ്റുമോ അത്രയും എക്സ്പെരിമെൻ്റൽ ആക്കണമെന്നായിരുന്നു. എല്ലാം കയറ്റി വിട്ടിട്ടുണ്ട്. ബ്രൂണോ മാസ് ഒക്കെ ഉണ്ട് അതിനകത്ത്. പക്ഷേ സ്റ്റിൽ അതിനെ ട്രസ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ, ആ ട്രസ്റ്റ് എനിക്കത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളെ ഒരാൾ ട്രസ്റ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു വിഷൻ, അത് കേൾക്കുമ്പോൾ ഒരു വിഷൻ കാണുമല്ലോ, ഇത് ഇങ്ങനെ ഒന്ന് പടച്ച് നോക്കാവുന്ന. നമ്മൾ ചിലപ്പോൾ ഫൈറ്റ് ചെയ്യേണ്ടി വരും, ഇതൊന്നും ഇടാവോ, ഈ വാക്ക് വേണം. ചിലർ സമ്മതിക്കൂല, ഈ വാക്കിട്ടാൽ ചിലപ്പോൾ അത് പണിയാവും, അഞ്ചാവും, അല്ലെങ്കിൽ ഇത് പ്രശ്നമാവും, വിവാദമാവും, വിവാദമാവും എന്ന് പറയും. ചിലർക്ക് അങ്ങനെയുള്ള സംഭവമുണ്ട്. ചില സാധനങ്ങളൊക്കെ ഇടുമ്പോഴത്തേനും ചിലപ്പം കയറി കൊളുത്തു എന്നുള്ളത്. പക്ഷേ നമ്മൾ കുറേ പറ്റാവുന്നതിൻ്റെ മാക്സിമം പറയും, ഇത് ഇടാവോ എന്ന് ചോദിക്കും മാക്സിമം. ഒരു തൊരപ്പൻ എന്നുള്ള പാട്ടില്ലായിരുന്നു ജോയൻ ജോയിൽ തൊരപ്പൻ, തട്ടംപുറത്ത് തൊരപ്പൻ, അത് സിത്താരയാണ് പാടിയിരിക്കുന്നത്. അത് നല്ല പാട്ടായിരുന്നു, പക്ഷെ അത് എൻ ക്രെഡിറ്റ് സോങ് ആയിരുന്നു. ജോയൻ ജോ നല്ല സിനിമയായിരുന്നു. അതിനകത്ത് ആരാണത് ലെറ്റർ പിടിക്കുമ്പോൾ ഒരു പാട്ടുണ്ട്, അതായത് 2 പേരെ ലെറ്റർ പിടിച്ചിട്ട് ഡൗട്ട് വരും, അവളാണോ ഇവനാണോ എന്ന്. അതിനകത്തൊരു ആരാണ് അത് എന്നൊരു പാട്ടുണ്ടായിരുന്നു, അതായിരുന്നു മെയിനായിട്ട് എഴുതിയിരുന്നത്. ഈ പാട്ട് എഴുതാനൊക്കെ ഒരുപാട് സമയം എടുക്കാറുണ്ടോ? സിറ്റുവേഷൻ അനുസരിച്ചിരിക്കും, ചിലരുടെ നീഡ്സും അനുസരിച്ചിരിക്കും. അപ്പം ഈ ആരാണത് ഒക്കെ പാട്ട് എഴുതുന്നത്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ശബരിമല സീസണിലാണ്. അപ്പം അതിൻ്റെ ഡയറക്ടർ അരുൺ ഡി ജോസ്.
അപ്പോൾ പുള്ളി ഇതുപോലെ പെട്ടെന്ന് വിളിച്ചിട്ട് എനിക്ക് പാട്ട് നാളെ വേണമെന്ന് പുള്ളി അങ്ങനെ ബ്രൊമാൻസിൽ ഞാനൊരു പാട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. റൊമാൻസിൽ അപ്പം അർജുന അശോകൻ്റെ സിനിമയിൽ അർജുന അഷ്ടമുണ്ട് അതൊരു കരോൾ സോങ് പോലത്തെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് വേണമെന്ന് പറയുമ്പോൾ നമ്മൾ അവർക്ക് എന്താ നീഡ് ചെയ്യുന്നത് പെട്ടെന്ന് കൊടുക്കാൻ ശ്രമിക്കുക. നമുക്കതിനെ വരും കിട്ടും, കിട്ടാതിരിക്കത്തില്ല. ടൈം ഉണ്ടെങ്കിൽ ആ ടൈം എടുത്ത് സ്പെൻഡ് ചെയ്ത് എഴുതും. നാളെ വേണമെന്ന് പറയുകയാണെങ്കിൽ അങ്ങനെ കൊടുത്തല്ലേ പറ്റൂ. അപ്പം അത്രയും മെനക്കെട്ടിരുന്ന് ചെയ്യും. അപ്പം ഞാൻ ഈ ജോയുടെ പാട്ട് എഴുതുന്നത് ശബരിമല സീസണിൽ ഇങ്ങനെ ബൈക്ക് ഓടിച്ചുകൊണ്ടിരിക്കുമ്പം അവിടെ ഒരു ഗഞ്ചറയെ കൂട്ടി പാടിക്കൊണ്ടിരിക്കുക. പെട്ടെന്ന് പുള്ളി പറഞ്ഞു എനിക്ക് ഇന്ന് രാത്രി തന്നെ വേണം, പാട്ട് വേണം എന്ന് പറഞ്ഞു. ഞാൻ അവിടെ നിന്ന് ഒരു കടത്തെണ്ണയിലിരുന്ന് എഴുതിയ പാട്ടാണ് ജോയിലെ പാട്ട്. കാരണം പെട്ടെന്ന് അവർക്ക് വേണം. ഞാനിപ്പോൾ വണ്ടി ഓടിച്ച് പോയി കഴിഞ്ഞാൽ അങ്ങ് പോകാന്നുള്ളതേ ഉള്ളൂ, അത്രയും സമയം പോകും. അപ്പോൾ അവിടെ ഇറങ്ങി അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ഈ മ്യൂസിക്കിൻ്റെ കൂടെ ഈ ശരണമന്ത്രങ്ങൾ, ശബരിമല ഞങ്ങളുടെ പത്തനംതിട്ട നാടായതുകൊണ്ട് തന്നെ ആ സമയത്ത് അയ്യപ്പന്മാരിങ്ങനെ നടന്നു പോകും, സ്വാമിയെ അയ്യപ്പോ. അപ്പോൾ ഹെഡ്സെറ്റൊക്കെ വെച്ചിട്ട് അതിൻ്റെ ഒരു ആംബിയൻസിൽ എഴുതിയ പാട്ടാണ് ആരാണത് എന്നുള്ള പാട്ട്. പള്ളിച്ചട്ടമ്മിയിലെ മാവീരൻ എന്നുള്ള പാട്ട് അപ്പോഴും വീണ്ടും ജെയ്സ് ബിജോയിൻ്റെ ഒപ്പം വരികയാണ്. ഇവരാണോ ഇപ്പോൾ ഏറ്റവും വളരെ പൊട്ടൻഷ്യലുള്ള, അതോടൊപ്പം തന്നെ ഒരുപാട് തിരക്കുള്ള മ്യൂസിക് ഡയറക്ടേഴ്സാണ്, ഗോവിന്ദ് വസന്ത് ആയിക്കോട്ടെ, ജെയ്സ് ബിജോയ് ആയിക്കോട്ടെ, ഇവരാണോ ഇങ്ങനെ നിരന്തരം മാസത്തിലൊരിക്കലെങ്കിലും വിളിച്ച് പണി തരുന്നത്? അതെ, ജെയ്സ് ചേട്ടനൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും ഒരു പടം വരുമ്പോൾ ഒരു പാട്ടെങ്കിലും നമ്മളെ ഓർക്കും. അപ്പോൾ 5-6 പാട്ടുള്ള, അല്ലെങ്കിൽ അങ്ങനെ സിനിമകൾ ഇപ്പോൾ വളരെ കുറവാണ്, ഒരു 3 പാട്ടെങ്കിലുള്ള ഒരു സിനിമയിൽ ഒരു പാട്ട് മാത്രം എഴുതാൻ വിളിക്കുമ്പോഴൊക്കെ എന്താ തോന്നാറുള്ളത്? സന്തോഷം മതി, അതെങ്കിലും മതി എന്ന് വെച്ചാൽ നമുക്കത് ഒരു പടത്തിൻ്റെ ഭാഗമാകാൻ പറ്റുന്നെന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ അത് എത്ര പാട്ട് എത്ര എണ്ണം എന്നുള്ളതിൽ ഇപ്പം ഞാൻ മലയാളി ഫ്രം ഇന്ത്യ ജയിച്ചേട്ടൻ തന്നെ ആയിരുന്നു, അതിൽ ഞാൻ 3-4 പാട്ട് എഴുതിയിട്ടുണ്ട്. അതിനകത്ത് 3-4 പാട്ട് എഴുതിയിട്ടുണ്ട്. ഇപ്പം മാവീരം വരുമ്പം ഒരു പാട്ട്, പിന്നെ BGM-ൽ 1-2 പാട്ട് ചെറുത് പോയിട്ടുണ്ട്. അപ്പം എങ്ങനെയാണെങ്കിലും അവരുടെയൊക്കെ ഇത്രയും നല്ല മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെയൊക്കെ ഒരു പാട്ട് ഭാവിയിൽ ഏതെങ്കിലും ഒരു കാലത്ത് നമ്മുടെയൊക്കെ അടുത്തടുത്ത തലമുറ വരുമ്പം എവിടെയെങ്കിലും ഒരു സ്പോട്ടിഫൈയിലോ യൂട്യൂബൊക്കെ എന്നുണ്ടെങ്കിൽ അതിരുന്ന് അവർ കേൾക്കുമല്ലോ. ആ ഒരു സുഖം, മനസ്സുഖം, അത് മതി. അതിനുവേണ്ടിയാ നമ്മൾ എന്തൊക്കെയോ പണിയെടുക്കുന്നത്. ഇങ്ങനത്തെ ഒരു ഫീൽഡിൽ വന്ന് ഇങ്ങനൊരു പണിയെടുക്കുന്നത് അതാണ്. മെക്കാനിക്കൽ എഞ്ചിനീയറിൻ്റെ മലയാളം എങ്ങനെയായിരുന്നു? മലയാള പഠനം, മലയാള ഭാഷയോടുള്ള സ്നേഹം, ഈ പാട്ടൊക്കെ എഴുതണമെങ്കിലും സിനിമയ്ക്ക് തിരക്കഥ എഴുതണമെങ്കിലൊക്കെ ഇതാണല്ലോ ഒരു ചാനൽ, ഒരു വഴി, മാർഗം. അപ്പോൾ ഈ മലയാളത്തോടുള്ളൊരു സമീപനം പണ്ടേ എങ്ങനെയായിരുന്നു? പണ്ടേ സ്കൂളിലൊക്കെ പഠിക്കുമ്പം ഇഷ്ടമായിരുന്നു, വായിക്കാൻ ഇഷ്ടമാണ്. പിന്നെ ഇങ്ങനെയുള്ള പാട്ട്, എനിക്കൊരു പ്രായം വരെയും പാട്ട് ഞാൻ കേൾക്കില്ലായിരുന്നു. ഒരു ഡിഗ്രി കഴിഞ്ഞപ്പോഴാണ് പാട്ട് കേൾക്കുന്നത്. എനിക്ക് ഇടയ്ക്ക് വെച്ചിട്ട് പാട്ടിനോടൊരു വിരക്തി തോന്നിയൊരു സമയമുണ്ടായിരുന്നു. പിന്നെ ഞാൻ തമിഴ്നാട്ടിൽ പഠിക്കാൻ പോയി, എഞ്ചിനീയറിംഗ് പഠിക്കുന്ന സമയത്ത് അവിടെ മുഴുവൻ ഇളയരാജയാണ്, ഇളയരാജ AR റഹ്മാനാണ്. അവിടുത്തെ പ്രൈവറ്റ് ബസ്സിലോ അല്ലെങ്കിൽ അവിടുത്തെ ട്രാൻസ്പോർട്ടിലോ യാത്ര ചെയ്യുമ്പം കോളേജിൽ നിന്ന് റൂമിൽ താമസിക്കുന്നിടത്തുനിന്ന് കോളേജിലോട്ട് പോകണമെങ്കിൽ ഈ ബസ്സിൽ വേണം യാത്ര ചെയ്യാൻ. രാവിലെ കയറിക്കഴിഞ്ഞാൽ ഇത് എന്ന് വെച്ചാൽ ഈ മുല്ലപ്പൊക്കെ വെച്ച് എല്ലാവരും കയറി ഇരുന്നിട്ട് അവരുടെ ഒരു കുലുക്കവും ആൾക്കാരുടെ കുലുക്കവും ആ ഇളയരാജയുടെ മ്യൂസിക്കും ആ ഒരു ഡപ്പാങ്ക്യൂത്തും മ്യൂസിക്കും വന്നുകൊണ്ടേയിരിക്കും. എല്ലാ ദിവസവും ഇത് കേൾക്കണം. ഇത് കേൾക്കാണ്ട് നമ്മൾ അവിടെ നിന്ന് എസ്കേപ്പ് ആവാൻ പറ്റൂല. കാരണം ആ ബസ്സിൽ അവിടെ വരെ എത്തണമെങ്കിൽ ഇത് കേട്ടേ പോകാൻ പറ്റുള്ളൂ. ആദ്യമൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര ചടുപ്പായിരുന്നു. ഇതെന്തുവാടാ ഇതിങ്ങനെ കേട്ടോണ്ടേയിരിക്കുന്നു. പതിയെ നമ്മൾ അതിനകത്തോട്ട് അങ്ങ് ഇറങ്ങുക, അതിൻ്റെ ലിറിക്സ് ശ്രദ്ധിക്കുക. തമിഴിനോടൊരു ഇഷ്ടം തോന്നി, തമിഴ് എഴുതാനും വായിക്കാനും പഠിച്ചു. പ്രത്യേക ആ ഭാഷയിലുള്ള മീനിങ്, അവരുടെ ലിറിക്കിൻ്റെ മീനിങ് ഭയങ്കരമായിട്ട് ക്ലോസ്ലി വാച്ച് ചെയ്യാൻ തുടങ്ങി. അവരത് ആരെഴുതുന്നതെന്ന് നോക്കാൻ തുടങ്ങി. ഓരോരുത്തർക്കും ഓരോ ഇൻട്രസ്റ്റ് ആയിരിക്കുമല്ലോ. നമ്മൾ പോലും അറിയാണ്ട് നമ്മൾ ചില സാധനങ്ങൾ ശ്രദ്ധിക്കും. ഞാൻ തമിഴ് പാട്ടിൽ നിന്നാണ് തുടങ്ങണത്. തമിഴ് പാട്ടിൻ്റെ ലിറിക്ക് ആരെഴുതിയത്, അതിൻ്റെ മീനിങ്, ഓരോ വരിയുടെ മീനിങ് അന്വേഷിച്ചു പോയി അറിയാവുന്ന ആൾക്കാരോട് ചോദിച്ച് മനസ്സിലാക്കി. അതൊക്കെ അറിയുമ്പോൾ ഭയങ്കര കാവ്യാത്മകതയാണ് അവിടെ. അവിടെ നിന്നാണ് ഞാൻ മലയാളം പാട്ടിലോട്ട് വരുന്നത്. മലയാളം പാട്ടുകൾ കേട്ട് അതിൻ്റെ പണ്ട് തൊട്ടേ കേൾക്കുന്ന പാട്ടുകളുണ്ടായിരുന്നു ചെറുപ്പം തൊട്ട്. അപ്പോൾ അങ്ങനെയുള്ള പാട്ടുകൾ വീണ്ടും റീവിസിറ്റ് ചെയ്യുന്നതൊക്കെ ആ സമയത്താണ്. ഇതിനൊക്കെ ഇത്രയും ഇതുണ്ടായിരുന്നോ എന്നൊക്കെ മനസ്സിലാക്കുന്നത്. പക്ഷെ ആ കൂട്ടത്തിൽ തന്നെ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ലവ് ലെറ്റേഴ്സ് എഴുതുമായിരുന്നു. അപ്പം ഞാൻ കുറച്ച് വരയ്ക്കും. അപ്പം കൂട്ടുകാർക്കൊക്കെ വേണ്ടി ചന്ന പിന്നെ ലവ് ലെറ്റേഴ്സ് സാഹിത്യം എഴുതി അങ്ങ് വിടുമായിരുന്നു. കണ്ടന്റിന് ഒരു ക്ഷാമുണ്ടായിരുന്നില്ല. മുഖം വരയ്ക്കുന്നു, കണ്ണ് വരയ്ക്കുന്നു, കവിത എഴുതുന്നു, കണ്ണ് വരയ്ക്കുന്നു, 4 വരി കവിത എഴുതുന്നു. ഒരു 5-6 ഹാൻഡ് റൈറ്റിംഗ് ഉണ്ട്. പിടിച്ചാൽ പ്രശ്നമാണല്ലോ. അപ്പോൾ 5-6 ഹാൻഡ് റൈറ്റിങ്ങിൽ എല്ലാം ഓരോന്നിനും എഴുതി വിടുമായിരുന്നു. അവിടെ നിന്നാണ് അന്നേ സാഹിത്യം ഉപജീവനമാക്കിയിട്ടുണ്ട്. ഉണ്ട് 100 രൂപ വെച്ച് മേടിക്കുമായിരുന്നു. അപ്പോൾ അതിൽ നിന്നാണ്
ഈ സാധനം വരുന്നത്. പക്ഷെ അതിൻ്റെ കൂട്ടത്തിൽ 100 പൈസ മേടിച്ചാലോ അല്ലെങ്കിൽ സൗഹൃദത്തിൻ്റെ പേരിലാണെങ്കിലോ പണിഷ്മെൻറ്റും കിട്ടും. ഇത് പിടിക്കുമ്പോൾ നമ്മളെ തന്നെ ആയിരിക്കും പിടിക്കുന്നത്. ഇപ്പം നമ്മുടെ വീട്ടിലോട്ട് വിളിച്ച് പറയുന്നത് തന്നെ മോനെ ലവ് ലെറ്റർ എഴുതി പിടിച്ചു എന്നാണ് പറയുന്നത്. വീട്ടിൽ ഫോൺ വിളിച്ച് പറയുന്നത് ചളി സീന് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ അവിടുന്നാണ് ഓരോന്ന് വർണ്ണിക്കും. ഇപ്പോൾ പറഞ്ഞില്ല ലവ് സോങ്, ഇതൊക്കെ ഇങ്ങനെയുള്ള ചെറിയ സാധനങ്ങൾ നമ്മൾ പോലും അറിയാതെ ഭാവനയ്ക്കൊരു ഒരു പ്രാക്ടീസ് കിട്ടിയിട്ടുണ്ടെന്ന്. അതെ, അന്നേ കിട്ടിയിട്ടുണ്ട്. ഇപ്പം കേൾക്കുമ്പോൾ വീട്ടുകാർക്ക് നാണക്കേട് തോന്നരുത്. അല്ല, ഇപ്പം എങ്ങനെയാണ് പാട്ടെഴുത്തുകാരനൊക്കെ ജീവിച്ചു പോകാൻ പറ്റും ഇവിടെ നമ്മുടെ നാട്ടിൽ? പിന്നെ അത് ഇതൊരു പ്രൊഫഷനാണ്. ഇതിന് വളരെ റെസ്പെക്റ്റോടു കൂടി പൈസ തരാവുന്ന ആരും പണിയെടുപ്പിക്കില്ലല്ലോ. അങ്ങനെയൊക്കെ ഉണ്ടോ? പഴയ കാലത്ത് കേട്ടിട്ടുണ്ട് പറ്റിച്ച് പോകുന്ന ആൾക്കാരുണ്ട്. പക്ഷേ നമ്മളൊരു ട്രസ്റ്റിൻ്റെ ബേസിലാണ് വർക്ക് ചെയ്യുന്നത്. മാക്സിമം ഉള്ള ആൾക്കാർ കറക്റ്റായിട്ട് അത് നല്ല റെസ്പെക്റ്റോടു കൂടി തന്നെ ട്രീറ്റ് ചെയ്യും. പ്രത്യേകിച്ച് നമ്മുടെ മലയാളം ഇൻഡസ്ട്രി വിട്ട് തമിഴ്, തെലുങ്ക്, കന്നഡ ഇവർ നമ്മളെ ട്രീറ്റ് ചെയ്യുന്ന രീതി തന്നെ നമുക്ക് അത്ഭുതം തോന്നും. ഭയങ്കര റെസ്പെക്റ്റാണ്. അവർ നമുക്ക് അഡ്വാൻസ് പേയ്മെൻറ്റ് കറക്റ്റായിട്ട് നമ്മളെ വിളിച്ച് എല്ലാ കാര്യങ്ങളും സംസാരിക്കും. കറക്റ്റായിട്ട് ഡേ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ദിവസം പേയ്മെൻറ്റ് നമുക്ക് അക്കൗണ്ടിൽ കയറിയിരിക്കും. ഓക്കെ. അല്ല, നിങ്ങൾ തമിഴൊക്കെ എഴുതില്ലേ? ഇപ്പോൾ തമിഴ് എഴുതും. എഴുതിയിട്ടില്ലേ? എഴുതിയിട്ടുണ്ട്. ഇപ്പം തലവരയിൽ നില എന്ന് പറഞ്ഞുകൊണ്ട് പാട്ട് എഴുതിയിട്ടുണ്ട്. പിന്നെ മാരൻ എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ തമിഴുണ്ടായിരുന്നു. ഇപ്പം ഇലക്ട്രോണിക്കലി അടുത്തിപ്പോൾ ചെയ്യുന്ന അർജുനേഷം പടത്തിലൊരു തമിഴ് പാട്ട് തന്നെയാണ്. തലവരൻ്റെയും ഇലക്ട്രോണിക്കലി തന്നെയായിരുന്നു. ഇലക്ട്രോണിക്കലി ആയിരുന്നു. അപ്പോൾ അടുത്തൊരു പടം അർജുനേഷൻ്റെ തന്നെ ചെയ്യുന്നുണ്ട്. അതിലിപ്പോൾ ഒരു തമിഴ് പാട്ട് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. പത്രോസിന്റെ പടപ്പുകൾ എന്ന് പറഞ്ഞ സിനിമയിൽ ശബരീഷ് നിങ്ങളും കൂടി ഒരു ചേർന്ന് ഒരു പാട്ട് എഴുതിയാണ്. അതെ, ഫുൾ ഓൺ ആണെന്നും പറഞ്ഞിട്ട് രണ്ടുപേരും ചേർന്നിട്ട് എന്നിട്ട് അതിന്റെ രണ്ട് മ്യൂസിക് കമ്പോസേഴ്സ് ആണ് ആ പാട്ട് പാടിയിരിക്കുന്നത്. ജാസി ഗിഫ്റ്റും ജയ്സേട്ടനോടാണ്. ജയ്സേട്ടൻ ആ സമയത്ത് ഒരു സ്റ്റാൻസ ഞാനും ഒരു സ്റ്റാൻസ ശബരീഷ് ചേട്ടനോട് എഴുതിയേക്കുന്നത്. അതിനങ്ങനെ ജയിപ്പിച്ചത് ഒരു വൈബായിരിക്കും. രണ്ട് വൈബ് ഒരുമിച്ച് ചേരുമ്പോൾ ഉള്ളൊരു സംഭവമായിരിക്കും. അതിനകത്ത് ഫസ്റ്റ് ആൻസറിലൊക്കെ എന്തൊക്കെയോ, അതായത് ആ ഒരു സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. അതൊരു കോമിക് മൂവിയാണ്. അപ്പം ഷറഫുദ്ദീൻ്റെ സിനിമയായിരുന്നു. അപ്പോൾ ഫുൾ ഓൺ ആണെന്ന് പറയുമ്പോൾ ആ ഒരു കോമഡിയാണ് അതിനകത്തോട് സംഭവം വരുന്നത്. ഇപ്പം ഞാൻ ഒരു സ്റ്റാൻസ് എഴുതി. അപ്പം ശബരീഷ് പുള്ളിക്ക് ആ ഈഗോയോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഇല്ലാണ്ടത് ട്രീറ്റ് ചെയ്തു എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും വലിയ കാര്യം. അതായത് ഞാൻ അന്ന് പുതിയ ഒരാളാണ്. ഇനിയിപ്പം പുതിയ വരുന്ന ആദ്യമായിട്ട് എഴുതുന്ന ഒരാൾക്കൊക്കെ ഇതുപോലത്തെ ഒരു സ്പേസ് കൊടുക്കണമെന്ന് താങ്കളോട് ടിറ്റോ പി തങ്കച്ചനോട് പറഞ്ഞാൽ അതിന് മടിയില്ല. നമ്മൾ ആ ഒരു റൂട്ട് കഴിഞ്ഞ് വന്ന ആൾക്കാരല്ലേ. ഞാൻ കുറേ പാട്ടുകളിൽ ഇപ്പം പറയാൻ പറ്റൂല. അതുപോലെ നിങ്ങൾ കേട്ടിട്ടുള്ള പാട്ടുകളിൽ, ഹിറ്റ് പാട്ടുകളിൽ 4, 5, 6 വരിയൊക്കെ ആയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അതെ, പക്ഷെ അത് കേട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഞെട്ടും. പക്ഷെ വെട്ടിക്കണ്ട, അത്ര ഞെട്ടിക്കലുകൾ നമ്മളിപ്പോൾ ആഗ്രഹിക്കുന്നില്ല. ഉപജീവന മാർഗത്തെ ബാധിക്കും. ചിലരുടെയെങ്കിലും നിലനിൽപ്പുമാണ്. അയ്യോ, അത് ഭയങ്കര. തീർച്ചയായിട്ടും. രക്ഷിത് ഷെട്ടിന്റെ തന്നെ സപ്തസാഗരദാച്ചെ. അതെ, സപ്തസാഗരദാച്ചെ യെല്ലോ ആ പടത്തിൻ്റെ അകത്ത് നിങ്ങൾ പാട്ട് എഴുതിയിട്ടുണ്ട്? ഉണ്ട്. 777 ചാർലി കഴിഞ്ഞിട്ട് അടുത്ത വന്ന പുള്ളിയുടെ തന്നെ ഒരു സംഭവമായിരുന്നു ഈ പടം. 777 ചാർലിയിൽ എഴുതിയപ്പം അതിൽ അവിടുത്തെ കന്നഡ ഒറിജിനൽ സോങ്ങിനെക്കാട്ടിലും വ്യൂസ് നമുക്ക് മലയാളത്തിൽ കിട്ടി, അവർക്ക് കിട്ടി. അതിലെ സർവമേ സോങ് ഒക്കെ അവിടത്തെക്കാട്ടിലും വ്യൂസ് വന്നു ഇവിടെ. അപ്പം അടുത്ത പടത്തിൽ വന്നപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളിലോട്ട് തന്നെ ആ കോള് വരുമായിരുന്നു. അപ്പം ആ പാട്ടും നല്ലതായിട്ട് അതിനകത്ത് ഒരു 3-4 പാട്ടുകളുണ്ടായിരുന്നു. സപ്തസാഗരദാച്ചയല്ലോയിൽ കടലുമോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പാട്ടുണ്ടായിരുന്നു. ഇപ്പം ഞാനിപ്പോൾ ഇൻസ്റ്റയിൽ ഞാൻ വിചാരിച്ചത് ഇതൊന്നും ആരും കേട്ട് കാണത്തില്ലെന്ന് വിചാരിച്ച് ഞാൻ ജസ്റ്റ് ആരും കേട്ടിട്ടില്ലായിരിക്കും, ഈ പാട്ടൊന്ന് കേട്ട് നോക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇൻസ്റ്റയിൽ റീലിട്ടത്. അപ്പം അതിൻ്റെ താഴെ കമൻറ്റ് വന്നത് ഇതൊക്കെ ഞങ്ങൾ സ്ഥിരം കേൾക്കാറുള്ള പാട്ടാണെന്ന് പറഞ്ഞ് കമൻറ്റ് വന്നപ്പോൾ ഞാൻ തന്നെ കേട്ടിപ്പോയി, ഇതൊക്കെ ഇവർ കേൾക്കുമോ? സെയിം. ഞാൻ രാത്രിയിലൊക്കെ അന്ന് സമാധാനമായിട്ട് കിടന്നുറങ്ങി. കാരണം ഞാൻ ഇങ്ങനെ ആ ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്ത് തന്നെ ആ ഒരു മാനസികമായിട്ടൊരു ഇതുണ്ടല്ലോ, അയ്യോ ഇത്രയും ആൾക്കാർ കേൾക്കുമെന്ന് പ്രതീക്ഷിച്ചുണ്ടാക്കിയ പാട്ട് ആരും കേട്ടില്ലല്ലോ എന്ന് തോന്നുന്ന ഒരു മൈൻഡ് ഉണ്ടല്ലോ. മനസ്സിലായി. അപ്പോൾ ഞാനിങ്ങനെ റൈഡ് പോകാറുണ്ട്, ബൈക്ക് റൈഡ്. അപ്പോൾ ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പം മൈൻഡ് ചിലപ്പോൾ ഔട്ടായി പോകുന്ന ഇത് ആലോചിച്ചിട്ടാ, അയ്യോ ഇതാരും കേട്ടില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഇടുമ്പോൾ അവരുടെ റെസ്പോൺസ് വരുന്നത് ഇത് ഞങ്ങൾ കേട്ടിട്ടുണ്ട്, ഇത് എനിക്ക് ഇഷ്ടപ്പെട്ട പാട്ടാണെന്ന് പറയുമ്പോഴാണ് ഞാൻ തന്നെ അത് മനസ്സിലാക്കുന്നത്, ഓ ഇവരിതൊക്കെ കേൾക്കാറുണ്ട്, ഈ പാട്ട് കേട്ടിട്ടുണ്ടെന്നൊക്കെ ഉള്ളൊരു തിരിച്ചറിവുണ്ടായത്. ഇത് ആരാണ് എഴുതിയതെന്നൊന്നും ആർക്കും അതൊന്നും അന്വേഷിക്കേണ്ടതില്ല. കേൾക്കുക, ആസ്വദിക്കുക, അവരുടെ ഒരു ഫീലിങ്സുമായിട്ട് അത് കണക്റ്റ് ആവുന്നുണ്ടോ നോക്കുക എന്ന് മാത്രമല്ല. നമ്മൾ വിരഹത്തിൽ അല്ലെങ്കിൽ ഒരു വിഷമത്തിൽ ഇരിക്കുമ്പോൾ ഒരു പാട്ട് കേട്ടിട്ട് അത് ആ പാട്ടിൻ്റെ കൂടെ ട്രാവൽ ചെയ്യുന്നതിന് പകരം പോയി ആരെ എഴുതിയെന്ന് നോക്കാൻ മാനസികാവസ്ഥ വരണമെന്നില്ല.
അല്ല ഇപ്പോൾ ഈ രക്ഷിത് ഷെഡ്ഡിയൊക്കെ ഒരുപാട് സിനിമകൾ വർഷത്തിൽ 1-2 പടങ്ങളെങ്കിലും ചെയ്യുന്നുണ്ട്. അവരൊക്കെ നല്ല മാർക്കറ്റ് മലയാളത്തിലുണ്ട്. അവരുടെ ഭാഷയിലല്ലാതെ നമ്മുടെ ഭാഷയിൽ നമ്മൾ ആ സിനിമകളൊക്കെ ആസ്വദിക്കാറുണ്ട് പാട്ടുകളും. അപ്പോൾ ആ ഒരു ഏരിയ ഫുൾ ഓണാണോ? ഇപ്പോൾ തമിഴ് തെലുങ്ക് ടീംസൊക്കെ ഇങ്ങോട്ട് തർജ്ജമയ്ക്ക് മീൻസ് എന്താ പറയുക മൊഴിമാറ്റ സിനിമകൾക്ക് വരുമ്പോൾ താങ്കൾക്ക് അവിടെ ഒരു ഡിമാൻഡ് ഉണ്ടായി തീർന്നിട്ടുണ്ടോ? ഇപ്പോൾ ഇപ്പം അങ്ങനെ അവർക്കൊരു ട്രസ്റ്റ് വന്നിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ ഓരോ പാട്ടിൻ്റെയും റീച്ച് കാണുമ്പോഴാണല്ലോ അടുത്ത പാട്ടിലോട്ട് വരുന്നത്. ഇപ്പം ജി വി പ്രകാശിൻ്റെ തമിഴിൽ നിന്ന് മന്ദാദി എന്നും പറഞ്ഞുകൊണ്ട് ജി വി പ്രകാശ് മ്യൂസിക്കിൽ ആക്ടർ സൂറി അഭിനയിച്ചിട്ട് ഒരു കടൽ പശ്ചാത്തലമായ പടമാണ്. അപ്പോൾ ആ പടത്തിൻ്റെ പാട്ട് ഇപ്പം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്ന് ഇപ്പോൾ ഒരു കോള് വന്നിട്ടുണ്ട്, അത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇവർക്ക് ആ ഒരു ട്രസ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ മുൻപ് ചെയ്തേക്കുന്ന പാട്ടിന് എത്രത്തോളം റീച്ച് കിട്ടി, ഇതൊക്കെ ആയിരിക്കും അവിടുത്തെ ഒരു പ്രധാന ഘടകം. അതിപ്പം ബിൽഡായിട്ടുണ്ട് ദൈവാനുഗ്രഹത്താൽ. ചാനലുകാർ വിളിക്കാറുണ്ടോ? എന്ത് മറ്റേ മൊഴിമാറ്റ സിനിമകൾ? ഇല്ല, റിസ്ക്കുള്ള പരിപാടിയാണ്. പേര് പോകുന്ന പരിപാടിയായി പേര് ചീത്തവിളി കിട്ടാൻ സാധ്യതയുള്ള. കായ്ക്ക് വേണമെങ്കിൽ എഴുതി കൊടുക്കാം, പക്ഷേ പേര് വെക്കരുത്. അതിപ്പം എനിക്ക് തോന്നുന്നു ഇതിൽ അങ്ങനെയുള്ള പടങ്ങൾ വന്നുകൊണ്ടിരുന്നത് ഈ ഡയലോഗ്സ് എഴുതുന്ന ആൾക്കാർ തന്നെ അത് എഴുതി വിടുന്നോണ്ടായിരിക്കും അങ്ങനെ വന്നുകൊണ്ടിരുന്നത്. നല്ല പണ്ടൊക്കെ ചില നല്ല പാട്ടുകളും വന്നിട്ടുണ്ട്. ഹാപ്പി ഡേയ്സിനകത്തൊക്കെ ഉള്ള പാട്ടുകളൊക്കെ നമ്മളൊക്കെ കുട്ടിക്കാലത്ത് വലിയ അലയൊലികൾ സൃഷ്ടിച്ച പാട്ടുകളാണ്. അതിനു മുമ്പ് ചിരഞ്ജീവിന്റെ ഒക്കെ നമുക്ക് ഓർമ്മയില്ലേ? ഹാപ്പി ഡേയ്സ് എന്ന് പറഞ്ഞൊരു പാട്ടൊക്കെ ഉണ്ടായിരുന്നു. അതിനകത്തൊക്കെ വൻ ഹിറ്റായിരുന്നു. OTT കാലത്തും ഒരുപാട് സാധ്യതകൾ ഉണ്ടാവുമല്ലോ ഇതുപോലെ ലിറിസിസ്റ്റുകൾക്കൊക്കെ അല്ലേ പാട്ട് മൊഴി മാറ്റി കൊടുക്കേണ്ടതായ ബാധ്യത? ഉണ്ട്, അതുണ്ട്. ഇപ്പം പ്രൈമിനൊക്കെ വേണ്ടിയിട്ട് ഞാൻ കുറേ പടം ചെയ്തിട്ടുണ്ട്. പ്രൈം നെറ്റ്ഫ്ലിക്സിലൊക്കെ അവർക്ക് മലയാളം വെർഷൻ അത് തിയേറ്ററിലോ എവിടെയും റിലീസാകത്തില്ല, ചിലപ്പോൾ സോങ് പോലും റിലീസാകത്തില്ല. ആ പാട്ട് കേൾക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിലങ്ങ് പോകും. പിന്നെ അങ്ങനെയുള്ള പടങ്ങൾ പ്രത്യേകം വെച്ചാൽ നമ്മുടെ മലയാളികൾക്ക് ഈ മലയാളം തർജ്ജമയൊന്നും കൂടുതൽ ആൾക്കാരും കാണാൻ സാധ്യതയുണ്ടോ എന്ന് അറിയില്ല. ഒന്നെങ്കിൽ ഒറിജിനൽസ് കാണും, അല്ലെങ്കിൽ പിന്നെ തമിഴിലോട്ടായിരിക്കും ചിലപ്പോൾ അങ്ങ് പോകുന്നത്. തീർച്ചയായും. അപ്പം മലയാളത്തിലോട്ട് വരുമ്പോൾ പാട്ടായിട്ട് റിലീസാകുവാണെങ്കിൽ മാത്രമേ നമുക്കത് കുറച്ച് ആൾക്കാർ അറിയത്തുള്ളൂ. പ്രിൻസ് ആൻഡ് ഫാമിലിയിലെ ഒരു പാട്ട് അല്ലേ എഴുതിയിട്ടുണ്ട്, തന്നെത്താനെ എന്ന് പറഞ്ഞുകൊണ്ടൊരു ഇമോഷണൽ സോങ്. പടത്തിലെ ഒരു മെയിൻ സീക്വൻസ് ആണ്. അപ്പം അത് സനൽദേവ് ആയിരുന്നു മ്യൂസിക് ചെയ്തിരുന്നത്. അതും കുറച്ച് ഇമോഷണൽ സോങ്സ് ചെയ്യുമ്പം അങ്ങനെ ഒരു ബെനിഫിറ്റ് കിട്ടാറുണ്ട്. നമുക്ക് ഉള്ളിൽ തട്ടി എഴുതാൻ പറ്റാറുണ്ട്. എനിക്ക് കുറച്ചുകൂടി ഇഷ്ടമാണ് അത് എഴുതുന്നത്. ആൾക്കാരെ ഫീൽ ചെയ്യിപ്പിക്കുക എന്നുള്ളത് ഒരു പ്രത്യേക സുഖം കിട്ടും. അതിലൊരു ത്രില്ല്. അപ്പോൾ ആരെങ്കിലും കേട്ടിട്ട് അത് കേട്ട് കരഞ്ഞു എന്ന് പറയുമ്പോൾ ഒരു സന്തോഷം, അതിലാണ് കൂടുതൽ ഒരു സന്തോഷം. ആ ഒരു സന്തോഷം അത് സൈക്കോ ആണെന്ന് ചോദിക്കരുത്, പക്ഷെ ആൾക്കാർക്ക് അത് ഫീൽ ചെയ്തു എന്ന് കേൾക്കുമ്പോൾ ഞാനത് ഫീൽ ചെയ്താണ് എഴുതാറ്. ഞാൻ ചിലപ്പോൾ എഴുതുമ്പോൾ ഞാൻ ചിലപ്പം കരഞ്ഞുകൊണ്ടായിരിക്കും എഴുതുന്നത്. എനിക്കത് ഉള്ളിൽ തട്ടി എഴുതുന്നതായതുകൊണ്ട് മറ്റുള്ള ഒരാളും അത് ഹൃദയം കൊണ്ട് കേൾക്കണമെന്ന് ഞാൻ എപ്പോഴും ആഗ്രഹിക്കാറുണ്ട്. അങ്ങനെയുള്ള പാട്ടുകൾ ഇമോഷണൽ. ഈ പ്രിൻസ് ആൻഡ് ഫാമിലിയിലെ പാട്ടും അത് അങ്ങനെ എഴുതിയതാണ്. അത് ജെയ്ക്സേട്ടനാണ് പാടിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പ്രിയപ്പെട്ടവർ പാടി അത് കറക്റ്റായിട്ട് ആൾക്കാർക്ക് ആ ഇമോഷൻ കിട്ടി. ഇപ്പോൾ ഇൻസ്റ്റയിലൊക്കെ റീൽ വരുമ്പോഴും അങ്ങനെയുള്ള ഇമോഷണൽ സീൻസിലൊക്കെ ഇവരിത് ഇട്ട് അവരത് പ്ലേ ചെയ്ത് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷം. വിഷമമുള്ള പാട്ടാണ്, പക്ഷെ ഒരു സന്തോഷം. അച്ഛനും അമ്മയ്ക്കൊക്കെ അറിയോ എൻ്റെ മോനാണ് മാരൻ എന്നുള്ള മറ്റേ കുടുക്ക് 2025 പാട്ടൊക്കെ എഴുതിയത്, ഇപ്പോൾ ഈ പിള്ളേർ പാടി നടക്കുന്ന പാട്ടൊക്കെ എഴുതിയതെന്നൊക്കെ ഇവർക്കൊക്കെ അറിയോ? പാട്ടുകൾ എല്ലാ പാട്ടുകളും ഇരുന്ന് കേൾക്കാറുണ്ട്. ഓരോന്നും എഴുതുമ്പോഴും ഓരോ അവർക്ക് സന്തോഷമാണല്ലോ. എൻ്റെ മോൻ്റെ ആരോടും പറയാൻ എന്ന് വെച്ചാൽ അങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവത്തില്ലായിരിക്കും, പക്ഷേ അവരിരുന്നെല്ലാം ഓരോ ചെറിയ സാധനങ്ങൾ, ഇപ്പോൾ ഈ ഇൻ്റർവ്യൂ വരുവാണെങ്കിലും ഒരു പ്രാവശ്യമല്ല ഒരു 10 പ്രാവശ്യം കണ്ടിന്യൂസ്ലി കാണും. എന്നാൽ ടിറ്റോൻ്റെ അമ്മ അച്ഛൻ ഹായ്, നിങ്ങളെ മോൻ ഇതിനേക്കാളും കിടിലാവും. കിടിലല്ല, സഹോദരങ്ങളുണ്ട്, ബ്രദേഴ്സും ചേച്ചിമാരൊക്കെ ഉണ്ട്. അവരും ഇവരൊക്കെയാണ്. പിന്നെ സുഹൃത്തുക്കൾ അടുത്ത്, ഇവരൊക്കെ തന്നേക്കുന്ന ഒരു എനർജി, ആ സന്തോഷം, ആ ഒരു പ്രോത്സാഹനമൊക്കെയാണ് സത്യം പറഞ്ഞാൽ പിടിച്ചു നിൽക്കാൻ പ്രേരിപ്പിക്കുന്നത്. പിടിച്ചു നിൽക്കൂ, ഞങ്ങൾക്ക് ആവശ്യമുള്ള പാട്ടുകൾ തരൂ, ആവശ്യമുള്ള സിനിമകൾ തരൂ. താങ്ക് യു സോ മച്ച്. താങ്ക് യു.